ഉറക്കം, ഫുഡ്, ജെയ്, ഫ്രണ്ട്സ്. ഇതിനൊന്ന് റാങ്ക് ചെയ്യാൻ പറഞ്ഞാൽ എന്തിനു ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കും? ഒരു ഫണ്ണാണ്, ജസ്റ്റ് ഫോർ ഫണ്ണ്. സ്ലീപ്പിനാണ് ഫസ്റ്റ്. സെക്കൻഡ് ഫ്രണ്ട്സ്, ഫുഡ്, ജെയ് നാലാമതേ ഉള്ളൂ. എന്തിനാണ് ഇത്ര കുട്ടികളെ ബുദ്ധിമുട്ടിക്കണേ? മാത്സ് ഒക്കെ അല്ലേ? ഇത്രയും ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല. ചെറിയ വല്ല കാണാപ്പാടം പിടിക്കുന്ന ടൈപ്പ് പരിപാടിയാണ് കുറച്ചുകൂടെ നല്ലതെന്നുള്ളത്. എല്ലാം പോയി. ഇൻസ്റ്റ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു സബ്ജക്ട് ഇനി തൊടണ്ട, ഇനി ഇത് ഒഴിവാക്കുകയാണ് എന്നിത് ഈ കൂട്ടത്തിൽ തോന്നിയത് ഏത് സബ്ജക്റ്റ് ആയിരിക്കും? കെമിസ്ട്രി തന്നെ, വേറെ സംശയമില്ല അതിനകത്ത്. ഹായ് മക്കളെ, എല്ലാവരും അടിപൊളിയായിട്ട് പഠിച്ച് മുമ്പോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. +2 ഒക്കെ കഴിഞ്ഞ് റിപ്പീറ്റ് ചെയ്യണോ വേണ്ടിയോ എന്നൊക്കെ ആലോചിച്ച് ഒരുപാട് പേര് ഇരിക്കുന്നുണ്ടാകും. അവർക്ക് വേണ്ടി സ്റ്റേറ്റ് സ്കൂളിൽ പഠിച്ച് മലപ്പുറത്തുനിന്ന് കോഴിക്കോട് എത്തി സൈലത്തിൽ ഒരു തവണ റിപ്പീറ്റ് ചെയ്തിട്ട് 99+ സ്കോർ ചെയ്തിട്ടുള്ള, അല്ല ഇപ്പൊ NIT ഉറപ്പിച്ചിരിക്കുകയാണ്, IITക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ, അഡ്വാൻസിന്റെ പ്രിപ്പറേഷൻ ഫുൾ സ്വിംഗിൽ മുമ്പോട്ട് പോകുന്ന മുഹമ്മദ് സനദാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പൊ സനദിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ചോദിക്കാൻ വേണ്ടി പോകുന്നത്. അതിനൊപ്പം തന്നെ ഈ ഒരു ജേർണിയിൽ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുന്നതോടുകൂടി നിങ്ങൾക്ക് എല്ലാവർക്കും, ഈ കാണുന്ന ആരായാലും നിങ്ങൾക്ക് കിട്ടേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുമ്പോൾ സ്ട്രാറ്റജി, അവിടെ എന്തൊക്കെ ശ്രദ്ധിക്കണം, പിന്നെ സൈലം എത്രത്തോളം അതിന് ഹെൽപ്പ് ചെയ്തു, സൈലത്തിൽ വരുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, ഇങ്ങനെ തുടങ്ങി ഒരു ജേർണിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. ഇനി നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ ഒരു കൺഫ്യൂസ് ആയിരിക്കുന്ന ആൾക്ക് ഇതിന്റെ അറ്റ് ദി എൻഡ് നിങ്ങൾക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഡിസ്കഷന്റെ ഒരു മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പം മുഹമ്മദ് സനദ്, ആദ്യം തന്നെ കൺഗ്രാറ്റുലേഷൻസ്. അപ്പം NIT ഇങ്ങനെ കാലിക്കറ്റൊക്കെ ഉറപ്പിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അടുത്ത IIT കൊണ്ട് ഫുൾ സ്വിംഗിൽ പഠനം. എനിക്കൊന്നും ഇപ്പൊ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു PYQ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആദ്യം എനിക്ക് ചോദിക്കാനുള്ളത്, എവിടുന്നാ വരുന്നത് അതൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഏത് സ്ഥലത്തു നിന്നാണ് സനദ് വരുന്നത് എന്നുള്ളത് അറിയാൻ എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാകും. ഞാൻ മലപ്പുറം ജില്ലയിലെ കോഡൂർ എന്ന സ്ഥലത്താണ് വരുന്നത്. ഓക്കെ, ഏത് സ്കൂളായിരുന്നു? ഞാൻ പാണക്കാട് DUHSS സ്കൂളിലായിരുന്നു. ഗവൺമെന്റ് സ്കൂളിലാണ് പഠിച്ചിട്ടുള്ളത്. +2 എൻട്രൻസ് എന്ന് പറയുന്ന +1 +2 എൻട്രൻസ് കൂടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ലൈക്ക് അതിനകത്ത് +2 തോന്നുന്നു സൈലത്തിൽ ഉണ്ടായിരുന്നു. സൂപ്പർ കിങ്സ് ഓൺലൈൻ ബാച്ച് ഉണ്ടായിരുന്നു. ഓൺലൈൻ ബാച്ച് ഉണ്ട്. +1 ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. +1 എൻട്രൻസ് പഠിച്ചിട്ടുണ്ട്. അല്ല, ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ ക്ലാസ് കാണുന്നു, അത്ര സീരിയസ് ആയി കണ്ടു നോക്കിയില്ല. ഓക്കെ, അപ്പൊ +2 കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഈ പറയുന്ന റിപ്പീറ്റ് എന്ന് പറഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ട് ഈ ഒരു വർഷം നന്നായിട്ട് എന്ത് ചെയ്തു, ഡിസിഷൻ എടുത്ത് മുമ്പോട്ട്. അപ്പം എന്തുകൊണ്ടാണ് ജെയ് റിപ്പീറ്റ് ചെയ്യുന്നത്? പലർക്കും ഇപ്പൊ കൺഫ്യൂഷൻ ഉണ്ട്, ജെയ് റിപ്പീറ്റ് ചെയ്താൽ കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ പറഞ്ഞൊരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പം ജെയ് ഞാൻ റിപ്പീറ്റ് ചെയ്യാമെന്നുള്ളൊരു ഡിസിഷൻ എടുക്കാനുള്ള കാരണം എന്തായിരുന്നു? അതും സ്റ്റേറ്റ് സ്കൂളിൽ നിന്നാണ് പഠിച്ചു വരുന്ന ആളാണ്. അപ്പം അങ്ങനത്തെ കുറെ കൺഫ്യൂഷനുള്ള ആളുകളുണ്ട്. അപ്പൊ സ്റ്റേറ്റ് സ്കൂളിൽ നിന്ന് പഠിച്ച് ഞാൻ ജെയ് റിപ്പീറ്റ് ചെയ്യാമെന്നുള്ള ഡിസിഷൻ എടുക്കാൻ ഉള്ള ഒരു ബോൾഡ് ഡിസിഷൻ എടുക്കാനുള്ള കാരണം എന്തായിരുന്നു? അത് എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായി. നമ്മൾ ഇനി ഒരു കൊല്ലം കൂടി ഇതിനു വേണ്ടി മാറ്റി വെച്ചിട്ടാണെങ്കിൽ കിട്ടുന്ന ഇമ്പ്രൂവ് ചെയ്യാന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായി. കാരണം +2 ഒക്കെ ഇപ്പൊ ഒന്ന് എഴുതിയിട്ട് അത്യാവശ്യം ഞാൻ എത്ര പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഞാനിപ്പോ അതിനനുസരിച്ച് എല്ലാം കളിച്ച് നടന്ന ഒരാളാണ്. അപ്പൊ അതിന്റെ ഒപ്പം കുറച്ച് ഇങ്ങനെ നോക്കിയാണ്ട് പ്രിപ്പയർ ചെയ്തിട്ട് ഇത്ര പെർസെന്റേജ് കിട്ടിയ സ്ഥിതിക്ക് എന്തായാലും ഇനി ഒരു 1 ഇയർ ഇതിനു വേണ്ടി മാറ്റി വെച്ചിട്ടാണെങ്കിൽ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാന്നുള്ള ഒരു വിശ്വാസം. ഫസ്റ്റ് എക്സാം എഴുതിയപ്പോൾ മനസ്സിലായി ഒന്നും കൂടെ പ്രിപ്പയർ ചെയ്തതിന് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു കോൺഫിഡൻസ് കിട്ടിയപ്പോൾ എന്തായാലും എഴുതി നോക്കാന്നുള്ളൊരു കോൺഫിഡൻസ് വന്നു. അപ്പൊ അങ്ങനെ സൈലം ചൂസ് ചെയ്തു. എനിക്കൊന്ന് സൈലത്തിൽ +2 സൂപ്പർ കിങ്സിൽ ഉണ്ടായിരുന്നു അല്ലെ? സൂപ്പർ കിങ്സിൽ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നേരെ ഇപ്പൊ റിപ്പീറ്റിന് ഒരു വർഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പം എന്തെങ്കിലും പ്രഷർ ഒക്കെ ഉണ്ടായിരുന്നു ഇത് ചൂസ് ചെയ്ത സമയത്തേക്ക്? റിലേറ്റീവ്സ്, ഫ്രണ്ട്സ്, അങ്ങനെ എന്തെങ്കിലും പ്രഷർ ഈ ഡിസിഷൻ എടുക്കുന്ന സമയത്ത്? അല്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. റിലേറ്റീവ്സും എല്ലാവരും പിന്നെ എന്റെ ഒരു ആഗ്രഹത്തിനനുസരിച്ച് പോയിക്കോന്നുള്ള ഒരു രീതിയിലാണ്. അതുകൊണ്ട് വല്ലാതെ പ്രഷറൊന്നും ഇല്ല. എന്റെ ഇഷ്ടം പോലെ ആ ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഫ്രീഡം ഉണ്ട്. അടിപൊളിയായിട്ട് പോകുന്നു തന്നെ അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. പലരും അത് ഫേസ് ചെയ്യുന്നുണ്ടാവും. ഇപ്പൊ റിലേറ്റീവ്സ് ഒക്കെ പറയും പോണോ വേണ്ടിയോ, കൺഫ്യൂഷൻ ഒക്കെ ആക്കുന്ന ആളുകളുണ്ടാവും. അപ്പൊ എനിക്കും എന്റെ എക്സ്പീരിയൻസിൽ ഞാൻ എൻട്രൻസിന് പോകുമ്പോൾ തൊട്ടേ നെഗറ്റീവ് ആക്കിയ ആളാണ്. അപ്പൊ അങ്ങനത്തെ ഒരു പ്രഷറോ കാര്യങ്ങളോ ഫാമിലിയിൽ നിന്നോ റിലേറ്റീവ്സ് ഒന്നും ഫ്രണ്ട്സിൽ നിന്നൊന്നും ഇല്ലായിരുന്നു. തീരെല്ലാം പറയാൻ പറ്റില്ല. എന്നാലും ചില ആളുകളൊക്കെ ഇങ്ങനെ NIT ആദ്യം കിട്ടിയിട്ട് അത് വെറുതെ റിപ്പീറ്റ് ചെയ്യണം എന്നുള്ള, അവരും തന്നെ നമ്മൾ ഇനി കിട്ടൂല എന്നുള്ള ഒരു ചിലപ്പോൾ ഉള്ള ആ ഒരു ആശങ്കയിലാവാം ഉണ്ടാവുക. പക്ഷെ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടായതുകൊണ്ട് ഡെഫിനറ്റ്ലി അതിലേക്ക് തന്നെ പോയി. യെസ്, അപ്പൊ ഡിസിഷൻ എടുത്തു. ഈ ഡിസിഷൻ എടുത്ത് ഇപ്പൊ ഈ ഒരു വർഷത്തെ ജേർണി പോവാണ്. അപ്പം ഏതെങ്കിലും ഒരു പോയിന്റിൽ ഡൗട്ട് ചെയ്തിരുന്നു, ലൈക്ക് ഇത് വേണമായിരുന്നോ വേണ്ടയോ എന്നൊക്കെ ഉള്ള ഒരു കൺഫ്യൂഷൻ എപ്പോഴെങ്കിലും സനദിന്റെ മനസ്സിൽ? കാര്യം പല കുട്ടികൾക്കും അതാണ്, റിപ്പീറ്റ് ചെയ്യുന്നതിനൊരു പഠിച്ചങ്ങോട്ട് മുമ്പോട്ട് പോകുമ്പോൾ 2 മാസം ആകുമ്പോഴത്തേക്കും ഡൗട്ട് തുടങ്ങും, അയ്യോ എനിക്കിത് ഡിസിഷൻ എടുത്ത ശരിയാണോ അല്ലയോ എന്നൊക്കെ ഉള്ള. അങ്ങനെ എന്തെങ്കിലും ഡൗട്ടുകൾ തോന്നിയിട്ടുണ്ടായിരുന്നോ? അങ്ങനെ കുറച്ച് ഇടക്ക് വെച്ചാണ്ടൊന്ന് ഡിമോട്ടിവേറ്റഡ് ആവും. പിന്നെ അത് ആ ഒരു ടൈമിൽ വല്ല മാർക്ക് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ പഠിക്കേണ്ട ചിലപ്പോൾ കൺസെപ്റ്റ് മനസ്സിലാവായിട്ടോ ഉള്ള പ്രശ്നങ്ങളാവും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ റെഡി ആവും. അത് പിന്നെ
നമുക്ക് ഒരു എയിം ഉണ്ടല്ലോ, ഒരു മുമ്പിൽ ഒരു എയിം ഉള്ള സ്ഥിതിക്ക് നമ്മൾ ഡീമോട്ടിവേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പലരും അത് തന്നെയായിരിക്കും കോൺസെപ്റ്റ് മനസ്സിലാവാതെ ഒരു ചാപ്റ്റർ പെട്ടെന്ന് ഒരു ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നി അപ്പം എനിക്കിത് കിട്ടുമെന്നുള്ള ആദ്യം അപ്പൊ അത് വീണ്ടും ട്രൈ ചെയ്ത് സനത് അത് കറക്റ്റ് ചെയ്യായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. ടീച്ചേഴ്സിനെയും ഫ്രണ്ട്സിനെയും ഒക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ഓവർകം ചെയ്യാന്നുള്ളൊരു കാര്യമാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ എനിക്ക് അപ്പം എന്തായാലും സ്റ്റേറ്റ് സ്കൂളിൽ നിന്ന് പഠിച്ചു, ഒരു ഡിസിഷൻ എടുത്തു, ഇങ്ങനെ ഒരു അച്ചീവ്മെന്റ് എത്തി, IITക്ക് വേണ്ടി മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, ഇനി 1 മാസമുള്ള സമയം. അപ്പോൾ കുറെ ആളുകൾ ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ റിപ്പീറ്റ് ചെയ്യാന്നുള്ള ചിന്തയിലുണ്ടാവും. അപ്പൊ അവർക്ക് കുറെ ടെൻഷൻ ഉണ്ടാവും, അതായത് ഞാൻ തോറ്റു പോകുന്നുള്ള. അപ്പം കാര്യം സനത് നിന്ന് ആ സിറ്റുവേഷനിൽ തന്നെ നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കുള്ളൊരു വൺ മെസ്സേജ് എന്തായിരിക്കും, എന്താണ് അവർ ചെയ്യേണ്ടത് ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ? അതിനെക്കുറിച്ച് എന്താ സനത്തിന് പറയാനുള്ളത്? ഒരു ഡിസിഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്ക് തിരിഞ്ഞു നോക്കാൻ പാടില്ല. നമ്മൾ എടുത്തു കഴിഞ്ഞു, അപ്പൊ നമുക്ക് എന്തിനു വേണ്ടി നമ്മൾ ഇറങ്ങി തിരിച്ചത് ആ ഒരു ലക്ഷ്യം മാത്രം മുമ്പിൽ കണ്ടുകൊണ്ട് പിന്നെ നമ്മൾ പോകണം. അല്ലെ അത് വേറൊരു ഫാക്ടർ നമ്മൾ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാടില്ല. ഇടയ്ക്ക് വെച്ച് ഡിമോട്ടിവേറ്റഡ് ആകാൻ, പിന്നെ ബാക്കിയുള്ള നമ്മുടെ ഫ്രണ്ട്സ് ആയാലും എല്ലാവരും ഇപ്പോൾ നല്ല എൻജോയ്മെന്റിലാണ് പുറത്ത്. ആ ഒരു അതൊക്കെ കണ്ടിട്ടാണ് ഇപ്പൊ എനിക്കും തന്നെ ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ ഇൻസ്റ്റൊക്കെ ഒന്ന് ഇടയ്ക്കൊന്ന് എടുത്ത് നോക്കുമ്പോൾ ഇങ്ങനെ എല്ലാവരും പല സ്റ്റോറീസ് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ഇങ്ങനെ ചിലപ്പോൾ ചിന്തിക്കും. പിന്നെ നമുക്ക് ഇതിലേറെ വലിയൊരു ഇതിന് വരാൻ പോകുന്നുണ്ട് എന്നുള്ള ഒരു ചിന്ത നമുക്കുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് ഓവർകം ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ. അപ്പൊ അതാണ് ഒറ്റ മെസ്സേജ്. ഡിസിഷൻ എടുത്താൽ പിന്നെ നിങ്ങൾ തിരിഞ്ഞു നോക്കരുത്. സനത് പറഞ്ഞ പോലെ തന്നെയാണ്. പിന്നെ അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക, മുമ്പോട്ട് പോകുക എന്നുള്ള കാര്യം തന്നെയാണ് എനിക്കും പറയാനുള്ളത്, സനത്തിനും പറയാനുള്ളത്. ഇനി ഈ പറയുന്ന പോലെ ഫസ്റ്റിൽ നിന്ന് സെക്കൻഡ് ഈ പറയുന്ന റിപ്പീറ്റ് എന്ന് പറഞ്ഞ അറ്റംപ്റ്റിലേക്ക് എത്തിയപ്പം എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുത്തിയിട്ടുള്ളത്? ലൈക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ സനത് ഓൾറെഡി പറഞ്ഞാൽ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് അറ്റംപ്റ്റിലേക്ക് വന്നപ്പോൾ എന്തൊക്കെ ചേഞ്ചസ് ആണ് ചെയ്തിട്ടുള്ളത്? വാട്ട് ഡിഫറൻസ് യു ഫീൽ ലൈക്ക് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് അറ്റംപ്റ്റിലേക്ക് എത്തുന്ന സമയത്ത്? ആ പ്രിപ്പറേഷന്റെ ആ ഒരു ഡെപ്ത് തന്നെയാണ് ശരിക്കും കൂടിയുള്ളത്. കാരണം +2 ഞാൻ ക്ലാസ് മാത്രമേ കണ്ടിട്ടുള്ളൂ. അങ്ങനെ ക്ലാസ് കണ്ട് ഇങ്ങനെ പോയി എഴുതാന്നുള്ള രീതിയിലുള്ളൂ. പിന്നെ ഇവിടെ എത്തിയപ്പോൾ റിപ്പീറ്റ് ആവേണ്ട ടൈമിൽ ഓൾമോസ്റ്റ് PYQs ഒക്കെ മാക്സിമം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഡിഷന്റെ 167 മെയിൻസിന്റെ ഫിസിക്സ് ആയാലും കെമിസ്ട്രിയും ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് ഫുള്ള് PYQസും 1970s 80s ഒക്കെ ഉണ്ട് തോന്നുന്നു. അതില് കുറെ ഉണ്ട്. പിന്നെ നമ്മുടെ DPP മൊത്തം എന്തായാലും ഓൾറെഡി ആദ്യം ക്ലാസ് റൂമിൽ തന്നെ പഠിച്ചിട്ടുണ്ടാവും. DPPs പിന്നെ ക്ലാസ് റൂമിൽ ചെയ്യും, അതും പാരലലി പോകുന്നുണ്ട്. അപ്പൊ DPP തന്നെ നമ്മൾ പ്രീവിയസ് ഇയർ മാത്സ് ഉൾപ്പെടെ കവർ ചെയ്തിട്ടുണ്ട്. കൂടാണ്ട് ഒരു റൗണ്ട് എല്ലാം ദിശ നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന ബുക്കുമാണ്. ദിശ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മൊത്തത്തിൽ ചെയ്ത് തീർത്തിട്ടുണ്ട്. അത് ചെയ്ത് തീർക്കാന്ന് പറഞ്ഞാൽ ഒരു ഹ്യൂജ് ടാസ്ക്. 5000 ക്വസ്റ്റ്യൻ ഉണ്ടാകും എന്തായാലും. എല്ലാ ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയർ ദിശ നല്ലൊരു ബുക്കാണ്. അരിഹന്തമുണ്ട്. ലൈക് പ്രീവിയസ് ഇയർ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന 2 ബുക്കുകളാണ്. അത് നമ്മൾ ഓൾറെഡി ക്ലാസ് റൂമിൽ എല്ലാം പറയുന്നതാണ്. അപ്പൊ അതവൻ കംപ്ലീറ്റ്ലി ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് അവൻ പറയുന്ന മെയിൻ കാര്യം. അത് ഫസ്റ്റ് ഇതിൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ എത്തിയപ്പോഴാണ് അത് ഡീപ്പർ ആയിട്ട് ചെയ്ത് തുടങ്ങിയത്. ശരിക്കും ചെയ്യാൻ തുടങ്ങിയത് ഈ റിപ്പീറ്റ് ചെയ്യുന്ന ടൈമിലാണ്. അപ്പൊ +2 കുട്ടികളൊക്കെ കാണുമ്പോൾ +2ലും +1ലും ഒക്കെ തന്നെ ഇത് ചെയ്ത് തുടങ്ങാന്നുള്ളല്ലേ. ഒന്ന് ചെയ്ത് തുടങ്ങിയിരുന്നെങ്കിൽ അത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നായിരിക്കും അല്ലേ. അതെ. അപ്പൊ അത് ഇപ്പോഴേ തുടങ്ങാന്നുള്ള കാര്യം ഇമ്പോർട്ടന്റ് ആണ്. റിപ്പീറ്റേഴ്സും ഈ പറഞ്ഞ ബുക്സ് ഒക്കെ ഒന്ന് ജസ്റ്റ് നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. വരുന്ന സമയത്ത് DPP സീനഫ് അല്ലേ, DPPയിൽ എല്ലാം കവേർഡ് ആണ്. അതിന്റെ കൂടെ തന്നെ പ്രീവിയസ് ഇയറും കൂടെ ആയി കഴിഞ്ഞാൽ ഇറ്റ്സ് കംപ്ലീറ്റ്. യെസ്, ഡെഫിനറ്റ്ലി. ഇനി ഞാൻ ചുമ്മാ ചോദിക്കുകയാണ്, ലൈക്ക് ഒന്ന് പെട്ടെന്ന് റീകോൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു 3 ബുള്ളറ്റ് പോയിന്റ് ആയിട്ട് ഞാൻ എന്നും ചെയ്യുന്ന സ്ട്രാറ്റജി എന്ന് പറയാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ? റൈറ്റ്, ഒരു 3 ബുള്ളറ്റ് പോയിന്റ്. ഞാൻ ഇത് A ഞാൻ എന്നും ചെയ്യും, B ഞാൻ എന്നും ചെയ്യുമായിരുന്നു, C എന്നും ചെയ്യുമായിരുന്നു, അല്ലെങ്കിൽ ഈ ഒരു എൻറ്റയർ ഒരു റിപ്പീറ്റ് സമയത്ത് ഈ 3 കാര്യങ്ങൾ ഞാൻ ഡെഫിനറ്റ്ലി ചെയ്യുമെന്ന് പറയാൻ പറ്റുന്ന 3 കാര്യങ്ങൾ ഏതെങ്കിലും ഉണ്ടായിരുന്നോ? ഞാൻ എക്സാംസ് ഒക്കെ എല്ലാതും കറക്റ്റ് ചെയ്തിരുന്നു. ഇവര് സൈലത്തില് എക്സാംസ് കുറെ നടത്തും. നമുക്ക് ഇഷ്ടമുള്ള വേണ്ടില്ല, നമ്മൾക്ക് എത്ര ആവശ്യമുണ്ടോ അതിന് അപ്പുറം എക്സാംസ് നടത്തുന്നുണ്ട്. അപ്പൊ അതെല്ലാം മാക്സിമം അറ്റൻഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ക്ലാസ്സിൽ എക്സാംസ് കൃത്യമായി അറ്റംപ്റ്റ് ചെയ്യാന്നുള്ള എനിക്ക് തോന്നുന്നത് +2ൽ ഉണ്ടായിരുന്നില്ല. +1ൽ മീൻസ് റിപ്പീറ്റിന് എത്തുമ്പോൾ എക്സാംസ് കൃത്യമായി അറ്റംപ്റ്റ് ചെയ്യുമായിരുന്നു ഒന്നാമതായിട്ട്. എക്സാംസ് ആണ് ഫസ്റ്റ് ഫോർമോസ്റ്റ് സ്ട്രാറ്റജിയിൽ ഉണ്ടായിരുന്നത്. സെക്കൻഡ് തിങ് ഏതായിരുന്നു? ലൈക്ക് സബ്ജക്ട് വൈസ് അങ്ങനെ എന്തെങ്കിലും കൊടുക്കുമായിരുന്നു? ഞാൻ മാത്തമാറ്റിക്സിൽ അത്യാവശ്യം സ്ട്രോങ് ആണ്. പക്ഷെ ജെയിന്റെ ആ ഒരു ഇത് വരുമ്പോ മാത്തിൽ അത്യാവശ്യം കുറച്ച് വീക്കാണ്. അപ്പൊ മാത്സിന് വേണ്ടി കുറെ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് 2 hours ഒക്കെ ഡെയിലി എന്തായാലും മാത്സിന് കൊടുക്കും. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് 2 hour മാത്സിന് മാറ്റി വെക്കുന്ന സ്ട്രാറ്റജി സനത്തിന്റെ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. 2 hour മിനിമം, അതിന് മാക്സിമം എത്ര വേണമെങ്കിലും പോവാം. പക്ഷെ എന്തായാലും ഇത്ര ഒരു ദിവസം നമ്മള് 2 hour മാത്സിന് കൊടുക്കുമായിരുന്നു. റെഡി. അപ്പൊ മൂന്നാമത്തായിട്ട് എന്തായിരുന്നു വേറെ? പിന്നെ പറയാനാണെങ്കിൽ ക്ലാസ്സിൽ വരുന്ന അസൈൻമെന്റ്സും എല്ലാതും കറക്റ്റ് കംപ്ലീറ്റ് ആക്കുമായിരുന്നു. എല്ലാ സാർമാര് തരുന്ന വർക്ക്സ് ആയാലും എല്ലാ കാര്യങ്ങളും അന്നു തന്നെ തീർക്കാൻ വേണ്ടിയുള്ള ബാക്ക്ലോഗ്സ് ഇല്ലാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും മെയിൻ ആയിട്ട് ചെയ്ത 3 കാര്യങ്ങൾ. റൈറ്റ്, വെരി ഗുഡ്. അടുത്തതിലേക്ക് മെയിൻലി ചോദിക്കാനുള്ളത്, എന്തെങ്കിലും ഒരു പ്രത്യേക ടൈം ടേബിൾ ഉണ്ടായിരുന്നോ, അതോ സൈലത്തിന്റെ ടൈം ടേബിൾ തന്നെയായിരുന്നോ ഫോളോ ചെയ്തിരുന്നത് എന്നുള്ളതിലേക്ക് ഈ ഒരു സമയത്ത് മെയിൻലി? സൈലത്തിന്റെ ടൈം ടേബിൾ മെയിനായി ഫോളോ ചെയ്തിരുന്നു. അതനുസരിച്ച് ക്ലാസ് അനുസരിച്ച് തന്നെ മുമ്പോട്ട് പഠിച്ചു പോകാന്നുള്ളതാണ്. ആ പ്ലാൻ തന്നെ അനുസരിച്ചാണ് പൊക്കോണ്ടിരുന്നത് എന്നുള്ളത്. അതല്ലാതെ എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ട് കാര്യങ്ങൾ ചെയ്യുമായിരുന്നു എന്നുള്ളതൊന്ന് അറിയാൻ വേണ്ടിയായിരുന്നു. റൈറ്റ്, എക്സ്ട്രാ എന്തെങ്കിലും
ഈ പറയുന്ന പോലെ ടൈം ടേബിൾ വെച്ചിട്ടുണ്ടായിരുന്നോ പാരലലി, അതോ സൈലത്തിന്റെ ടൈം ടേബിൾ മാത്രമായിരുന്നോ ഫോളോ ചെയ്ത് പോയിരുന്നത്? അല്ല പിന്നെ ഞാൻ ചില പുറത്തുനിന്നുള്ള ചില ബുക്സ് ഇങ്ങനെ റെഫർ ചെയ്യലുണ്ട്. ഇപ്പൊ അഡ്വാൻസ് പഠിക്കുന്ന സ്ഥിതിക്ക് ഹിമാൻഷു പാണ്ഡെ, MS ചൗഹാൻ അങ്ങനത്തെ ഒക്കെ നമ്മൾ തന്നെ സജസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നത് അതൊക്കെ അങ്ങനത്തെ അതൊക്കെ ബുക്സ് ഒക്കെ പാരലലി ഇതൊന്നും ചെയ്ത് ഇങ്ങനെ പോവാറുണ്ടായിരുന്നു. പോകാറുണ്ടായിരുന്നു. ഡിജിറ്റൽ ഗാലക്സി ആയാലും ചാപ്റ്റർ തീരുന്ന സമയത്ത് അതിന്റെ പാരലലി തന്നെ ചെയ്തു അതെ പോകുമായിരുന്നു. അതെ. പിന്നെ ചാപ്റ്റേഴ്സിന്റെ ഒപ്പം തന്നെ അഡ്വാൻസ് DPP നമ്മൾ തരുന്നതും നിങ്ങൾ ഉണ്ട്. ചെയ്യാറുണ്ടായിരുന്നു. യെസ്, ഡെഫിനറ്റ്ലി. ഇനിയും റിവിഷൻ എങ്ങനെയായിരുന്നു? ലൈക്ക് റിവിഷൻ ഇപ്പൊ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു, റിവിഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ എത്ര ടൈം ഇൻവെസ്റ്റ് ചെയ്യുമായിരുന്നു? അതായിരുന്നു കൂടുതൽ ഹെൽപ്പ് ചെയ്തത് മാർക്ക് കൂട്ടാൻ വേണ്ടി? അത് എന്തായിരുന്നു? ഇപ്പം യൂഷ്വലി എല്ലാവരുടെയും തോട്ട് പ്രോസസ്സിൽ വന്നാൽ ഉടനെ തന്നെ മാർക്ക് കൂടണമെന്നുള്ളതാണ്. പക്ഷെ അത് യൂഷ്വലി നടക്കാനുണ്ടാവില്ല. ആദ്യമൊക്കെ കുറവായിരിക്കും. റിവിഷൻ എത്തുന്ന സമയത്താണ് പലരുടെയും കപ്പാസിറ്റി ഏറ്റവും ബെറ്റർ ആയിട്ട് മുമ്പോട്ട് പോകുക. അപ്പൊ ആ റിവിഷൻ സ്ട്രാറ്റജി എങ്ങനെയായിരുന്നു എന്നൊന്ന് ജസ്റ്റ് പറയാൻ വേണ്ടി പറ്റുമോ? ഞാൻ പിന്നെ റിവിഷന് വേണ്ടി LMRP ഒക്കെ നല്ല ഹെൽപ്പ് ചെയ്തിരുന്നു. പിന്നെ Okay. LMRP അല്ലാത്ത DPPs ഓരോ വെറൈറ്റി പ്രോബ്ലംസും ഭയങ്കര കണ്ടൻസ്ഡ് ചെയ്തിട്ട് തരുന്നതാണല്ലോ. അപ്പോൾ അത് റിവിഷന്റെ ടൈമിൽ അതല്ല ഹെൽപ്പ് ചെയ്തിരുന്നു. പിന്നെ ആദ്യം തന്നെ നമുക്ക് മാർക്ക് അത്യാവശ്യം കൂടണമെന്നൊന്നും ഇല്ല. അത് എക്സ്പോണൻഷ്യൽ ആയിട്ട് പോകുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് അത്ര മാർക്ക് കിട്ടണമെന്നില്ല. പിന്നെ നമ്മളിങ്ങനെ പഠിച്ചു കഴിഞ്ഞ് പിന്നെ പ്രോബ്ലംസ് ചെയ്ത് പിന്നെ റിവൈസ് ചെയ്യുമ്പോഴാണ് ഒന്നുകൂടി ആ ഒരു സംഭവങ്ങൾ സ്ട്രോങ് ആവുന്നത്. നമുക്ക് മാർക്ക് നല്ലോണം കയറി വരിക. എന്തെങ്കിലും ഒരു ലോ പോയിന്റ്സ് ഉണ്ടായിട്ടുണ്ടോ ഈ ഒരു ജേർണിയിൽ? ലൈക്ക് ഇത്ര എനിക്കിത് പറ്റില്ല എന്ന് തോന്നിയ ഏതെങ്കിലും ഒരു ലോ പോയിന്റ്സ് പ്രിപ്പറേഷന്റെ ഇടയിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടായിരുന്നെങ്കിൽ അതിനെ എങ്ങനെയായിരുന്നു ആ ഡേയ്സിനെ ഓവർകം ചെയ്തതെന്ന് ഒന്ന് ആലോചിച്ച് റീകോൾ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുമോ സനദിന്? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഈ ഹെൽത്ത് പ്രോബ്ലംസ് ഓരോന്നും ഉണ്ടാവുമ്പോ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഇതിന്റെ ഇടയ്ക്ക് തന്നെ ഹെപ്പറ്റൈറ്റിസ് കുറെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ ആ ടൈമിൽ അങ്ങനെ ഓരോ ടൈമിൽ ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ചിലപ്പോ പഠനത്തിനൊന്ന് ചെറുതായിട്ടൊന്ന് ബാക്കൊക്കെ വലിയാവും. പിന്നെ അത് കഴിയുമ്പോൾ പിന്നെ തിരിച്ച് പോകും. റെഡി. ഹെൽത്ത് ഇഷ്യൂസ് അല്ലാതെ എന്തെങ്കിലും ലൈക്ക് ഞാൻ പ്രിപ്പറേഷന്റെ തോട്ട് പ്രോസസ്സിൽ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ലോ പോയിന്റ്സോ വല്ലതും ഉണ്ടായിട്ടുണ്ടോ സനദിന്? അങ്ങനെ പറയാൻ മാത്രം ഒന്നുമില്ലായിട്ടുണ്ടായില്ല. വൺ കോൺഫിഡന്റ് ആയിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. റെഡി. ഇനി ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ലൈക്ക് ഫോൺസ്, സോഷ്യൽ മീഡിയ ഇതിനെയൊക്കെ എങ്ങനെയാണ് ഒഴിവാക്കി, എങ്ങനെയാണ് അതിനെ കൺട്രോൾ ചെയ്തത്? അത് ഹോസ്റ്റലിലാകുമ്പോ പിന്നെ ഫോണ് കിട്ടൂല. കോളിങ്ങിന് ആഴ്ചയിൽ 2 ദിവസമൊക്കെ കോളിംഗ് കിട്ടുള്ളൂ. അതുകൊണ്ട് പിന്നെ ആ ഒരു ഡിസ്ട്രാക്ഷൻ, ഇൻസ്റ്റ എന്നുള്ള വലിയൊരു ഡിസ്ട്രാക്ഷൻ ഒഴിവായി കിട്ടി. അതെങ്ങനെയാണ് തുടക്ക സമയത്ത്? അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാതായപ്പോൾ തുടക്കം വന്നുടനെ ഹോസ്റ്റലിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഹോസ്റ്റലിൽ വന്ന ആ ടൈമിൽ ഉണ്ടാവും. ഇൻസ്റ്റയില് യൂട്യൂബായാലും നമ്മൾ ഷോർട്സ് ഇങ്ങനെ കണ്ട് വെറുതെ ഇങ്ങനെ കുറെ ടൈം ബ്രെയിൻ റോട്ട് ചെയ്ത് കളയുമല്ലോ. അപ്പൊ അതിന് ഭയങ്കര ഒരു ഡിറ്റോക്സ് ആയപ്പോ പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ അത് റെഡിയായി. അപ്പൊ ഹോസ്റ്റൽ ആ ഒരു അറ്റ്മോസ്ഫിയർ ഈ പറഞ്ഞ ടാബ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹോസ്റ്റലിൽ ഫുള്ള് അറ്റ്മോസ്ഫിയർ എല്ലാവരും പഠിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ നോക്കൂല, നമ്മൾ വെറുതെ ഇരിക്കൂലല്ലോ, കളിച്ചെടുക്കൂലല്ലോ. അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡെഫിനറ്റ്ലി. ഇപ്പൊ ഒരു 60-70% മാത്രം സ്കോർ ചെയ്തിട്ടുള്ള ഒരാള് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി ഒന്ന് ചിന്തിക്കാന്നിരിക്കട്ടെ. അപ്പം ആ സമയത്ത് അയാൾക്ക് ഇനി 1 ഇയർ എന്താണ് ചെയ്യേണ്ടത്? ആൾക്കുള്ള ഒരു അഡ്വൈസ് എന്തായിരിക്കും സനദിന് കൊടുക്കാനുള്ളത്? അയാൾ ഇപ്പൊ ഒരു കൺഫ്യൂസ്ഡ് ആയിരിക്കും. സ്റ്റേറ്റിൽ എഴുതിയ ഒരാൾ, അയാൾക്കുള്ള ഒരു മെസ്സേജ് എന്തായിരിക്കും? അത്യാവശ്യം മാത്സും കാര്യങ്ങളൊക്കെ ബേസ് ഒക്കെ ഉണ്ടെങ്കിൽ, ചെറുപ്പം മുതലേ പഠിച്ച ആ ഒരു ബേസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഹാർഡ് വർക്ക് ചെയ്യാനും അയാൾ റെഡി ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ ഒരു പ്രിപ്പറേഷനിൽ അത് മുന്നോട്ട് പോകൂല എന്നുള്ള അങ്ങനത്തെ ഒരു ചിന്ത ഒന്നും വരാത്ത ഒരാളാണ്. കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ എന്തായാലും റിപ്പീറ്റ് ചെയ്ത് കണക്ക് കിട്ടും. കാരണം അത് ആ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയാൽ അത് ആ ഒരു ഏകദേശം ആ ഒരു റിപ്പീറ്റിന്റെ ടൈം കഴിയുമ്പോൾ തന്നെ ആള് ഏകദേശം വേറെ ലെവലായിട്ടുണ്ടാവും. എന്തായാലും എഴുതി കിട്ടും. അത്രേ ഉള്ളൂ. അതിലൊരു സംശയം ഉണ്ടാവില്ല. ഓക്കെ, റെഡി. അപ്പം അതാണ്. അപ്പം സനത് ഇപ്പൊ ഞാൻ സംസാരിച്ചപ്പോഴും പറഞ്ഞ സ്കൂളിലൊക്കെ അടിച്ചു പൊളിച്ച് നടക്കുന്ന കുറെ ആളുകൾ ഉണ്ടാവും. അവർക്ക് നല്ല കപ്പാസിറ്റി ഉണ്ട്. പക്ഷെ സ്കൂളിൽ ആ ഒരു വൈബിൽ അങ്ങ് പോയതാണ്. പക്ഷെ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ആ സീരിയസ്നെസ് മനസ്സിലാക്കി ആ 1 ഇയർ നിങ്ങൾ സ്പെൻഡ് ചെയ്യാന്നുള്ളൊരു കോൺഫിഡൻസിൽ പോയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി കിട്ടാനുള്ളതേ ഉള്ളൂ. പക്ഷെ സിലബസ് മനസ്സിലാക്കി അന്നുള്ളത് അന്നു തീർത്തു പോകാന്നുള്ള ഒരു സ്ട്രാറ്റജി കൊണ്ടുപോയി കഴിഞ്ഞാൽ സനത് പറഞ്ഞ പോലെ കിട്ടാനുള്ളത് മാത്രമേ ഇതുള്ളൂ. റെഡി. അപ്പം ഇനി ഒരു തവണയും കൂടെ റിപ്പീറ്റ് ചെയ്യാണ്. ഞാൻ ചുമ്മാ ചോദിക്കുകയാണെ സനത്. ഞാൻ റിപ്പീറ്റ് ചെയ്യല്ല, ഞാൻ പറഞ്ഞ ഒരു തവണയും കൂടെ സനത് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയാണെന്നിരിക്കട്ടെ. ഈ റിപ്പീറ്റിൽ ചെയ്ത എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഒന്നും കൂടി ഇമ്പ്രൂവ് ചെയ്താൽ നല്ലതാണെന്ന് തോന്നലുള്ള എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ സനദിന് ഇപ്പൊ ചില ആളുകൾക്ക് തോന്നി പരീക്ഷ എഴുതി കഴിഞ്ഞാൽ സ്കോർ ഒന്നും, പക്ഷെ ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ഒന്ന് സോൾവ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ നന്നാക്കാം എന്നുള്ള ഏതെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിരുന്നോ? റിവിഷന് മാക്സിമം ചെയ്യാന്നുള്ളതിന്. ഇപ്പോൾ ഓർഗാനിക് ഒക്കെ എനിക്ക് അത്രയും കുറെ പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. ഓർഗാനിക് ഒക്കെ ആയാലും ഇൻഓർഗാനിക് ആയാലും. പിന്നെ അതൊക്കെ പിന്നെ റിവിഷന് അവസാനം വെച്ചിട്ട് ഇപ്പൊ കുറച്ചിങ്ങനെ അത്ര ഭയങ്കര റിവിഷനും പിന്നെയും ചെയ്തിട്ടില്ലേ. അപ്പൊ ചില ക്വസ്റ്റ്യൻസ് ഇപ്പൊ എന്റെ മെയിൻസിൽ തന്നെ വന്നപ്പോ എനിക്ക് കൺഫ്യൂഷൻ ആയി. ചെറിയൊരു സംഭവം ആണെങ്കിൽ കൂടി അത് ക്വസ്റ്റ്യൻ തന്നെ ആൻസർ വ്യത്യാസം ആവേണ്ട ടൈപ്പുള്ള. അപ്പൊ ആ റിവിഷന് ചെയ്യാത്തതുകൊണ്ട്
ചില ക്വസ്റ്റ്യൻസ് കിട്ടാതായിട്ടുണ്ട് ഇപ്പൊ ഇപ്രാവശ്യം എഴുതിയപ്പോഴൊക്കെ. റിവിഷൻ സമയം കുറച്ചും കൂടി ഇന്റൻസ് ആയാൽ ബെറ്റർ ആണെന്ന് തോന്നുന്നു. റിവിഷൻ മാക്സിമം നമ്മൾ നല്ലോണം റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതെ, അതായത് നമുക്ക് പലർക്കും ഉണ്ട് ഇപ്പൊ റിവിഷൻ ഇപ്പം LMRP ഒക്കെ വന്നാൽ പോലും ഇത് വീണ്ടും കേൾക്കണോ എന്നുള്ളൊരു മൈൻഡുള്ള ചിലപ്പോൾ നമുക്ക് വരും. എല്ലാവർക്കും സ്വാഭാവികമായും വരും. അത് വീണ്ടും വീണ്ടും കേൾക്കുന്നിടത്താണ് ഇത് തലയിൽ ഉറക്കുക എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായാൽ അപ്പൊ അത് റിവിഷൻ കുറച്ചും കൂടെ ബെറ്റർ ആക്കും അല്ലേ? ലൈക്ക് സനത് കുറച്ചും കൂടെ ബെറ്റർ ആക്കും അടുത്ത ഇനിയിപ്പോ ഒരു ചാൻസ്. ഞാൻ പറഞ്ഞ ആ ഒരു ചോദ്യം ചോദിച്ചതിന്റെ കാര്യം സനത് റിപ്പീറ്റ് ചെയ്യില്ല എന്നുള്ള എനിക്കും അറിയാം, സനദിനും അറിയാം. പക്ഷെ അതല്ല ഞാൻ ചോദിച്ചത്. ഇനി റിപ്പീറ്റ് ചെയ്യാൻ പോകുന്ന ആളുകൾക്കും ഒരാൾക്ക് റിപ്പീറ്റ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് കറക്റ്റ് ചെയ്താൽ നല്ലതാണെന്ന് തോന്നിയ ഒരു കാര്യം അവർക്ക് കിട്ടിയാൽ അവർക്ക് അതൊരു എന്താവും ടേക്ക് അവേ ആയിരിക്കും. അങ്ങനെ എനിക്ക് തോന്നിയപ്പോൾ സനത് പറഞ്ഞ എന്തിനാണ് റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് റിവിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് എല്ലാവർക്കും തോന്നൂലേ ഒരു മൊമെന്റിൽ വെച്ചിട്ട് ഇതിങ്ങനെ വീണ്ടും കേൾക്കണോ വീണ്ടും പഠിക്കണോ എന്നൊക്കെ തോന്നില്ല. വീണ്ടും 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 4 തവണ 5 തവണ വായിക്കുമ്പോഴാണ് ഇത് ക്ലാരിറ്റി ക്ലിയർ ആകുക എന്നുള്ളൊരു സാധനം മനസ്സിലുണ്ടാകുന്നത്. വളരെ ഇമ്പോർട്ടന്റ്. അത് ഭയങ്കര ഒരു ടേക്ക് അവേ ആയിട്ട് തന്നെ കൊണ്ടുപോകുന്നൊരു കാര്യമാണ്. ഇനി ലൈക്ക് എങ്ങനെയാണ് സൈലം വർക്ക് ചെയ്തോ സനത്തിന്? എന്താ തോന്നുന്നത്? സൈലത്തിന്റെ പ്ലാൻ, സൈലത്തിന്റെ ടീച്ചർ, സൈലത്തിന്റെ ഹോസ്റ്റൽ, എവറിത്തിങ് വർക്ക് ചെയ്തിരുന്നു സനത്തിന്? എവറിത്തിങ് വാസ് പെർഫെക്റ്റ്. നമ്മളെ സൈലത്തിന്റെ ഒപ്പം ആ ജേർണിയിൽ നമ്മൾ നിന്ന് കൊടുത്താൽ മാത്രം മതി. നമ്മുടെ അടുത്തുള്ള ഒരു എഫോർട്ട് എടുത്താൽ മതി. ബാക്കിയുള്ള എല്ലാ ഗൈഡൻസും സൈലത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളായാലും. യെസ്, ഡെഫിനറ്റ്ലി. അപ്പൊ ഹാപ്പിയാണ് സനത് ചൂസ് ചെയ്തതിൽ. ഡെഫിനറ്റ്ലി ആണ്. അപ്പൊ മലപ്പുറത്ത് നിന്ന് കോഴിക്കോടെത്തി ആ സാധനം എന്ത് ചെയ്തു, സെറ്റാക്കി മുമ്പോട്ട് വന്ന സനത് ഒരുപാട് പേർക്ക് എന്താണ് ഇൻസ്പിറേഷൻ. കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മള് ഇപ്പം 3rd ഇയർ ആണെന്ന് പറയുന്നുണ്ട് ജെഇയിൽ. പക്ഷെ അത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ടീച്ചേഴ്സിനോടൊപ്പമാണ് അല്ലെ സനത് നിന്നിട്ടുള്ളത്. 20 ഇയേഴ്സും 25 ഇയേഴ്സ് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഫാക്കൽറ്റിയോടൊപ്പം. അത്രയും അക്കാഡമിക് സ്ട്രക്ചർ ഉണ്ട്. ഞങ്ങൾ അത്രയും എന്ത് ചെയ്യുന്നുണ്ട്, എഫേർട്ട് എടുക്കുന്നുണ്ട്. അപ്പം അതിൽ ഏറ്റവും പാഷനേറ്റ് ആയിട്ടുള്ള ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ കിട്ടിയാൽ റിസൾട്ട് എത്തിക്കാൻ പറ്റുന്ന കോൺഫിഡൻസ് ഉണ്ട്. അതിനൊരു എക്സാമ്പിൾ തന്നെയാണ് സനത് എന്ന് പറയുന്നത്. അതിലൊരു സംശയവും എനിക്കില്ല. അപ്പം സനത് എന്തായാലും ഇനി എന്തെങ്കിലും ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടായിരുന്നു സൈലത്തിന്റെ ജേർണിയിൽ, അങ്ങനെ പറയാനുള്ള ഏതെങ്കിലും ഒരു ടേണിംഗ് പോയിന്റോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ആലോചിച്ച് റീകോൾ ചെയ്തെടുക്കുന്ന സമയത്ത് എനിക്ക് ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി ഇത് പോസിറ്റീവായിട്ട് ഫീൽ ചെയ്തത്, അങ്ങനെ എന്തെങ്കിലും ഒരു ജേർണി ഉണ്ടായിരുന്നോ സനദിന്? പറയത്തക്ക രീതിയിൽ പറയാൻ പറ്റുന്ന ടേണിംഗ് പോയിന്റ് എന്തെങ്കിലും? അങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പോ മാത്തമാറ്റിക്സിൽ നമ്മൾ ആ ഒരു അപ്രോച്ച് കംപ്ലീറ്റ്ലി മാറി. എനിക്കറിയാം ഇക്ബാൽ സാറിന്റെ ഒക്കെ, പ്രത്യേകിച്ച് സാറിന് എന്തായാലും എടുത്തു പറയണം. ഇക്ബാൽ സാറിന്റെ മാത്തമാറ്റിക്കൽ അപ്രോച്ച് നമ്മൾ ആ ഒരു അതോളം പഠിച്ച ആ മാത്ത് അല്ല ആ ഒരു മാത്സിലുള്ള ഒരു കൺസെപ്റ്റും ഇത് ആക്ച്വലി ഇങ്ങനെയാണ് വർക്ക് ചെയ്യാന്നുള്ള ആ ഒരു കാര്യങ്ങളും അതിന്റെ ആ ഒരു ബ്യൂട്ടിഫുൾ രീതിയിൽ സാറിന്റെ ക്ലാസ് കാരണം നമുക്ക് മനസ്സിലായിട്ട് മാത്തമാറ്റിക്സ് ഭയങ്കര ഒരു ടേണിംഗ് പോയിന്റ് ആണ് അതിലുണ്ടായത്. ഇതോടെ പഠിച്ച ഒരു ഫേക്ക് മാത്താണ്, മങ്കി മാത്താണെന്ന് സാറിന് പറയാറുണ്ട്. അതിന് മാറ്റം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനൊരു സ്ക്രീനിൽ വേണമെങ്കിൽ അത് വെക്കാം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കണക്ക് കണ്ടതാണ്. 2014 5ാം ക്ലാസ്സിൽ ഒരാൾക്ക് ഡിവിഷൻ ചെയ്യാനുള്ള കഴിവ് കേരളത്തിലെ 60% പേർക്കും അല്ലെ 50% പേർക്കും ചെയ്യാൻ പറ്റുമായിരുന്നു. അത് 2025 10 കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്കും 20%, അതിന്റെ പകുതി ആളുകൾക്ക് പോലും ഡിവിഷൻ പോലും അറിഞ്ഞുകൂടാ, 5ഉം 7ഉം പഠിക്കുന്ന ആളുകൾക്ക്. അപ്പം മാത്സ് എന്ന് പറയുന്നത് വളരെ വീക്കായിട്ട് നമ്മുടെ ഇതിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ മാത്സ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ജെയിൽ പെർഫോം ചെയ്യണമെങ്കിൽ എനിക്ക് തോന്നുന്നു ലോവർ ക്ലാസ്സുകളിൽ തൊട്ട് മാത്സ് എന്ത് ചെയ്യണം, പഠിച്ചു തുടങ്ങണം. സനദിനത് ഫീൽ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ? നമ്മുടെ ആ ഒരു സ്റ്റേറ്റ് സിലബസ് തന്നെ പൊതുവെ CBSE ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം ആ ഒരു അക്കാഡമിക്കലി ഭയങ്കരമായിട്ടുള്ള കൺസെപ്റ്റ് ഇതായിട്ടുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ പഠിപ്പിക്കണില്ല. ഒക്കെ ചെറിയൊരു ബേസ് ഇങ്ങനെ മേലെ തൊട്ട് ഇങ്ങനെ പോവുകയുള്ളൂ. അപ്പൊ അത് ഭയങ്കര പ്രശ്നമാണ്. ഇപ്പൊ എൻട്രൻസ് ഫീൽഡിലേക്ക് വരുമ്പോൾ തന്നെ ഇപ്പൊ കേരളത്തിൽ നിന്ന് തന്നെ അധികം കുട്ടികളും ഇപ്പൊ ഒരു നോർത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് കുറവാകാൻ കാരണം തന്നെയാണ് ഈ സ്റ്റേറ്റ് സിലബസിന്റെ ആ ഒരു മാത്തും ആ ഒരു കൺസെപ്റ്റ് ഇല്ലാതെ പഠിപ്പിച്ചിട്ടും പിന്നെ മൊത്തത്തിലുള്ള സബ്ജക്ട്സ് ഒക്കെ അതേമാതിരി തന്നെ. ഞാനും ആക്ച്വലി ആ കണക്ക് കണ്ടപ്പോഴത്തേക്കും ഡിവിഷന്റെ ഒരു കണക്ക് കണ്ടപ്പോൾ തന്നെയാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ മാത്സ് കുറച്ചും കൂടെ നമ്മളും ലൈക് സൈലം ആസച്ച് ആ ഒരു 7ാം ക്ലാസ് 6ാം ക്ലാസ് 5ാം ക്ലാസ്സിലേക്കൊക്കെ ഇറങ്ങി മാത്സിലും കുറച്ചും കൂടെ എഫേർട്ട് എടുക്കാന്നുള്ള ഒരു ഡിസിഷൻ എടുത്ത പോലും അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. അപ്പൊ മാത്സ് ഒരുപാട് ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് ഇവിടെ വന്നപ്പോഴത്തേക്കും സനദിന് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സനദിനെ കുറച്ച് റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യൻസിലേക്കാണ് നമ്മൾ പോകുന്നത്. ഞാൻ ജസ്റ്റ് എങ്ങനെയാണ് സനദ് പഠിച്ചതെന്നുള്ളതും ബാക്കിയുള്ളവർക്കൊന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ ഫോർ എക്സാമ്പിൾ നൈറ്റ് ആണോ മോർണിംഗ് ആണോ സ്റ്റഡി? നൈറ്റ് ഓർ മോർണിംഗ് സ്റ്റഡി? ഏതാണ് പ്രിഫർ? മോർണിംഗ് ആണ് ഏറ്റവും കൂടുതൽ പ്രിഫർ. എത്ര മണിക്ക് എഴുന്നേക്കുമായിരുന്നു? ഒരു 5 o'clock. 5 o'clock ആകുമ്പോൾ എഴുന്നേറ്റ് പഠനം തുടങ്ങും അടിപൊളിയായിട്ട്. ഓക്കെ. മോസ്റ്റ് ഹേറ്റഡ് ചാപ്റ്റർ ഇൻ ഫിസിക്സ്? ലിക്വിഡ്സ് ആണ്. ഫ്ലൂയിഡ് ഭയങ്കര പാടായിരുന്നു. ഫ്ലൂയിഡ് മെക്കാനിക്സ് അല്ലേ? ഇഷ്ടമല്ല. ഓക്കെ, റെഡി. അപ്പൊ പലർക്കും എനിക്കൊന്ന് ഫ്ലൂയിഡ്സ് കുറച്ച് യൂട്യൂബ് ഒക്കെ ഇങ്ങനെ കാണുമ്പോ തന്നെ ഒരു ഇറിറ്റേഷൻ ആയിരിക്കും. പക്ഷെ ജയിക എങ്ങനെയായിരുന്നു? അത് ബുദ്ധിമുട്ടിച്ചോ എക്സാമിലൊക്കെ? കുഴപ്പമുണ്ടായിട്ടില്ല. ഡെഫിനറ്റ്ലി. മോസ്റ്റ് ലവ്ഡ് ടോപ്പിക് ഇൻ കെമിസ്ട്രി? കെമിസ്ട്രിയിൽ ലവ് ചെയ്യാൻ മാത്രം ഒന്നും ഇല്ല എനിക്ക്. ഇഷ്ടമല്ലായിരുന്നു? ഇഷ്ടമല്ല. പിന്നെ ഓർഗാനിക് വേണമെങ്കിൽ പറയാം. അങ്ങനെ മെക്കാനിക്സ് ഒക്കെ രസമാണ്. ലോജിക് മാതിരി പസിൽ സോൾവ് ചെയ്യേണ്ട മാതിരി. കെമിസ്ട്രി ബുദ്ധിമുട്ടുണ്ടായിരുന്നു? കെമിസ്ട്രി കാണാതെ പഠിത്തതുകൊണ്ടുള്ള പാട്? കാണാപാഠത്തിന്റെ ഒരു പ്രശ്നം. കെമിസ്ട്രി സബ്ജക്റ്റിനോടാണ് എനിക്ക് പ്രശ്നമുള്ളത്. കെമിസ്ട്രിയാണ് ഏറ്റവും ഡിഫിക്കൽട്ട് സബ്ജക്റ്റ് ആയിട്ടുള്ള മൂന്നില്? ഡിഫിക്കൽട്ട് ആണ്, പക്ഷെ മാർക്ക് കെമിസ്ട്രിയിൽ ഉണ്ടാവും. പക്ഷെ ബാക്കിയുള്ള ചിലപ്പോ കമ്പയർ ചെയ്യും. അപ്പൊ ലവ്ഡ് ചാപ്റ്റർ ഒന്നും ഇല്ല?
ഓർഗാനിക് ആണ് പറയാം. ഓർഗാനിക് പറയാം, വെറുതെ പറയാം അല്ലെ. റാങ്ക് ചെയ്യോ? ഞാൻ കുറച്ച് ഓപ്ഷൻസ് തരാം, ഇതിനൊന്ന് റാങ്ക് ചെയ്യണം. ലൈക്ക് റാങ്ക് നമ്പർ 1, 2, 3, 4 എന്ന് പറഞ്ഞാൽ 4 റാങ്ക് ചെയ്യാം. സ്ലീപ്പ്, ഫുഡ്, ജെഇ, ഫ്രണ്ട്സ്. ഈ 4 ഇതിന് റാങ്ക് ചെയ്യാൻ വേണ്ടി ചേർത്ത്. അപ്പം ഉറക്കം, ഫുഡ്, ജെഇ, ഫ്രണ്ട്സ്, ഇതിനൊന്ന് റാങ്ക് ചെയ്യാൻ പറഞ്ഞാൽ എന്തിനു ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കും? ഒരു ഫണ്ണാണ്, ജസ്റ്റ് ഫോർ ഫണ്ണ്. സ്ലീപ്പിനാണ് ഫസ്റ്റ്. സെക്കൻഡ് ഫ്രണ്ട്സ്, ഫുഡ്, ജെയ് 4-മതേ ഉള്ളൂ. അപ്പം നമ്മുടെ ഈ പറയുന്ന പോലെ ജെയ് എന്ന് പറയുന്ന അത്ര ഇമ്പോർട്ടൻസ് സനത് കൊടുത്തിട്ടുള്ള. ബട്ട് ബാക്കിയെല്ലാം ഉണ്ടെങ്കിൽ ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി വരുമെന്നുള്ളത് തന്നെയാണ് ലൈഫ് എന്ന് പറയുന്നത്. ഡെഫിനറ്റ്ലി. അപ്പം ഓക്കെ, റൈറ്റ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു അടിപൊളിയായിട്ടുള്ളൊരു പഠിപ്പിയാണ് സനതെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തതിലേക്ക് നമുക്ക് പോവാം. മോസ്റ്റ് ഓവർ ഹൈപ്ഡ് ടോപ്പിക് ഇൻ ജെഇ പ്രിപ്പറേഷൻ. ഓവർ ഹൈപ്ഡ് ആണെന്ന് തോന്നി, ഇതൊന്നും അത്രയൊന്നും ഇല്ല, വൻ സിമ്പിൾ ആണല്ലോ എന്ന് തോന്നിയ ഏതെങ്കിലും ടോപ്പിക് ഉണ്ടോ? റൊട്ടേഷൻ ഭയങ്കര പ്രശ്നമാണെന്ന് എല്ലാവരും പറയുന്നത്, പക്ഷേ റൊട്ടേഷൻ ഫണ്ണാണ് ആക്ച്വലി. ഈ പറയുന്ന പോലെ അല്ലെ, മൊമെന്റ് ഓഫ് ഇനേഴ്ഷ്യയൊക്കെ അത്ര സിമ്പിൾ ആയിട്ട് തന്നെ പഠിക്കാൻ പറ്റുന്ന കാര്യമാണ്. എല്ലാവരും കൂടെ റൊട്ടേഷൻ എന്നുള്ള പറയുന്നതുകൊണ്ടുള്ള മാത്രമേ ഉള്ളൂ. ഓവർ ഹൈപ്ഡ് ആയിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. ഡെഫിനറ്റ്ലി. ഓക്കെ, അടിപൊളി. ഏതെങ്കിലും ഒരു പ്രിപ്പറേഷൻ സമയത്ത് കരഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു വർഷത്തിൽ? എവിടെയെങ്കിലും ഒരു മൊമെന്റ് വെച്ചിട്ട് സങ്കടം വന്ന് കണ്ണിന് വെള്ളം വന്ന മൊമെന്റ് ഉണ്ടായിട്ടുണ്ടോ? ഇല്ലായിരുന്നു. അതിനെ ഭയങ്കര പോസിറ്റീവായിട്ട് തന്നെ എടുക്കാറുണ്ട്. അങ്ങനത്തെ സാധനം ഉണ്ടായിട്ടില്ല. ഓക്കെ, ഇപ്പൊ ജെഇ എന്ന് പറഞ്ഞൊരു മനുഷ്യനായിരുന്നെങ്കിൽ വാട്ട് വുഡ് യു സേ ടു ദം? കുറെ ക്വസ്റ്റ്യൻസ് ഇവർ ഉണ്ടാക്കി തന്നാണ്. ആ ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഞങ്ങൾ ജെഇ എന്ന് പറഞ്ഞൊരു മനുഷ്യനെ കണ്ടാൽ ആ ജെഇയോട് എന്തായിരിക്കും സാധനം പറയുക? ഫോർ ഫണ്ണായിട്ട് എന്ത് പറയും? എന്തിനാണ് ഇത്ര കുട്ടികളെ ബുദ്ധിമുട്ടിക്കണേ? മാത്സ് ഒക്കെ അല്ലേ, ഇത്രയും ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല. ചെറിയ കാണാപ്പാടം പഠിക്കുന്ന ടൈപ്പ് പരിപാടിയാണ് കുറച്ചുകൂടെ നല്ലതെന്നുള്ളത്. ഓക്കെ, ജെഇയോട് പറയാം. ഓക്കെ, റൈറ്റ്. അടുത്ത വൺ ആപ്പ് യു ഹാഡ് ടു അൺഇൻസ്റ്റാൾ ഡ്യൂറിംഗ് പ്രിപ്പറേഷൻ. ഏത് ആപ്പ് ആയിരിക്കും അൺഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്? എല്ലാം പോയി. ഇൻസ്റ്റ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പറയുന്ന പോലെ ഹോസ്റ്റൽ ആയതുകൊണ്ട് എനിക്കൊന്ന് ബാക്കി എല്ലാ ആപ്പും പോയിട്ടുണ്ടായിരുന്നു. ഹോസ്റ്റൽ ആയതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ മൊത്തത്തിൽ പോയി. പിന്നെ വീട്ടിൽ ചെല്ലുമ്പോ ഇടയ്ക്ക് നോക്കലേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, റെഡി. ദെൻ ഓർമ്മയുണ്ടെങ്കിൽ മാർക്സ് ഇൻ യുവർ ഫസ്റ്റ് മോക്ക് ടെസ്റ്റ് ഓഫ് ദി റിപ്പീറ്റർ ഇയർ. അതായത് ഫസ്റ്റ് മോക്ക് ടെസ്റ്റിൽ നിന്ന് ലാസ്റ്റ് മോക്ക് ടെസ്റ്റിലേക്ക് വന്നപ്പം ഭയങ്കരമായിട്ട് ഡ്രാസ്റ്റിക് ചേഞ്ച് ഉണ്ടായിരുന്നു. ഓർമ്മയുണ്ടായിരുന്നോ വല്ല ഫസ്റ്റ് മോക്ക് ടെസ്റ്റിന്റെ? ഫസ്റ്റ് മോക്ക് ടെസ്റ്റ് GIBs ആണ് അധികം റാങ്ക് ഓർമ്മയുള്ളത്. GIBയിൽ ഫസ്റ്റത്തിൽ ഒരു 16 കേരളയിൽ ഉണ്ടായിരുന്നു. പിന്നത്തെ GIBയിൽ സെക്കൻഡ് റാങ്ക് കയറി വന്നിട്ടുണ്ട്. ഓക്കെ, ഡെഫിനറ്റ്ലി. അടിപൊളി. സനത, അടുത്തൊരു ചോദ്യം. ഒരു സബ്ജക്ട് ഇനി തൊടണ്ട, ഇനി ഇത് ഒഴിവാക്കുകയാണ് എന്നിത് ഈ കൂട്ടത്തിൽ തോന്നിയത് ഏത് സബ്ജക്റ്റ് ആയിരിക്കും? കെമിസ്ട്രി തന്നെ, വേറെ സംശയമില്ല അതിനകത്ത്. ദെൻ ഇനി മെസ്സേജ് ടു യുവർ ഹേറ്റേഴ്സ്. നീ സക്സസ്ഫുൾ ആകുമോ എന്നുള്ള ഡൗട്ട് ഉണ്ടായിരുന്ന ഹേറ്റേഴ്സിനോട് എന്ത് മെസ്സേജാ പറയാനുള്ളത്? ഹേറ്റേഴ്സ് സക്സസ് കണ്ടിട്ട് തന്നെ അവര് സങ്കടപ്പെട്ടല്ലേ? അതാണ് മറുപടി എന്നുള്ളത്. യെസ്, യുവർ സക്സസ് തന്നെയാണ്. പിന്നെ ഒരു വൺ വേർഡ് റിപ്ലൈ. ഇതെല്ലാം വേർത്ത് ആയിരുന്നു, ലൈക്ക് ഈ ജേർണി എന്ന് പറയുന്നത് വേർത്ത് ആയിട്ട് തോന്നുന്നുണ്ടോ സനദിന്? ഈ റിപ്പീറ്റർ ജേർണി എന്ന് പറയുന്നത് എന്താണ് അതിന്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്? ഡെഫിനറ്റ്ലി വേർത്ത് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഒരു വർഷം കൊണ്ട് കുറെ കാര്യങ്ങൾ പഠിച്ചു അല്ലെ, കുറെ നോളജ് ഒക്കെ അറിയാൻ വേണ്ടി പറ്റി. ഞാനിപ്പം റിപ്പീറ്റേഴ്സിനോടൊക്കെ എപ്പോഴും പറയും, നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടി ഉണ്ട് എന്ത് നേടി എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ ഒരു വർഷം കൊണ്ട് നിങ്ങൾ +1 +2 പഠിക്കാത്തതിനേക്കാളൊക്കെ കാര്യങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ പഠിക്കും. ആ ബേസ് ഉറപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റി എന്നുള്ളത് തന്നെയാണ് ഈ ജേർണിയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും കാര്യം. അത് സനദിന് കിട്ടി എന്നുള്ളത് തന്നെയാണ് വേർത്ത് ആയിട്ടാണ് തോന്നുന്നത്. അപ്പൊ എനിക്ക് സനത് ഇപ്പൊ ഈ പറയുന്ന പോലെ സ്റ്റേറ്റ് സ്കൂളിൽ നിന്ന് വന്നു, സൈലത്തിൽ വന്നു, ഈ പറയുന്ന ഒരു 1 year ജേർണിയിൽ നേടിയെടുത്തു. IIT ഡെഫിനറ്റ്ലി ആൾ ക്രാക്ക് ചെയ്യുമെന്ന് തന്നെയാണ് എന്റെ കോൺഫിഡൻസ്. കാര്യം അത്രയും അദ്ദേഹം ഈ പറയുന്ന പോലെ ആള് എഫേർട്ട് എടുക്കുന്നുണ്ട്. എന്തായാലും അത് നേരട്ടെ. എന്റെ എല്ലാവിധ ആശംസകളും. ഉഷാറായിട്ട് ഇനിയുള്ള ദിവസങ്ങൾ പഠിക്കുക. ആൻഡ് സനദിനെ പോലെ ഈ പറയുന്ന +2 കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ റിസൾട്ട് ആക്കാൻ വേണ്ട എല്ലാ എഫേർട്ടും ഞങ്ങൾ എടുക്കും. നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാകും. നമുക്ക് ഒരുമിച്ച് തയ്യാറെടുത്ത് മുമ്പോട്ട് പോകാം. ഒരു കൺഫ്യൂഷനും വേണ്ട. അടിപൊളിയായിട്ട് മുമ്പോട്ട് പോകാം. പഠിച്ച് തകർത്ത് നമുക്ക് മുമ്പോട്ട് പോകാം. അപ്പൊ സനദ്, ഓൾ ദ ബെസ്റ്റ്. അപ്പം താങ്ക് യു വെരി മച്ച്. അപ്പം അടിപൊളിയായിട്ട് നിങ്ങൾ എല്ലാവരും ഇങ്ങ് പോരുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.